വീണ്ടും പിളർപ്പ് ഭീഷണി തുടരുന്നതിനിടെ NCP ശരത് പവാർ വിഭാഗം കോൺഗ്രസുമായി ലയിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ പടരുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതേസമയം ശിവസേന ഉദ്ധവ് വിഭാഗത്തിൽ നിന്ന് MLA-മാരെ അടർത്തിയെടുക്കാൻ ശിവസേന ഷിൻഡെ വിഭാഗവും നീക്കം നടത്തുന്നു എന്നാണ് ശ്രീനാഥ് ചന്ദ്ര റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീനാഥ്, കൂടുതൽ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. 1999 ശരത് പവാർ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി PA സാങ്മ, താരിഖ് അൻവർ എന്നിവരുമൊക്കെ ചേർന്നുകൊണ്ട് NCP എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. പിന്നീട് അവർ വീണ്ടും UPA സർക്കാരിലേക്ക് വന്ന് കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയെ മാറുകയും ആ പാർട്ടിയുടെ നമ്മൾ കണ്ടു. ഏതായാലും മഹാരാഷ്ട്രയിൽ പക്ഷേ പിന്നീട് ഈ സമീപകാലത്ത് NCPയിൽ ഒരു വലിയ പിളർപ്പുണ്ടാവുന്നു. അജിത് പവാർ NCPയുടെ ഔദ്യോഗിക പേരും ചിഹ്നവുമായൊക്കെ NDA പാളയത്തിലേക്ക് പോവുകയും ചെയ്തു. ശരത് പവാറിന് ഇപ്പോൾ 85 വയസ്സിലധികം പ്രായമുണ്ട്. ശിവസേനയിൽ സമീപകാലത്ത് വലിയ പിളർപ്പുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ MP-മാർ പോകുന്നു. ഇന്നലെ ശിവസേനയിലെ ഒരു MLC സച്ചിൻ ആഹിർ എന്ന ആദിത്യ താക്കറെയുടെ വിശ്വസ്തൻ ഇപ്പോൾ NDA പാളയത്തിലേക്ക് പോയി. അങ്ങനെ ഈ ശരത് പവാർ വിഭാഗത്തിലേക്ക് കൂടി കൂടുതൽ ഈ ഒരു തിരിച്ചടി ഉണ്ടാകുമോ? ശരത് പവാർ വിഭാഗത്തിൽ നിന്നും 8 MP-മാരാണുള്ളത്. അവർ പോകുമോ? MLA-മാർ പോകുമോ? തുടങ്ങിയ ആശങ്കയൊക്കെ ആ ക്യാമ്പിലുണ്ട്. ആ സമയത്താണ് ഒരു ലയനത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുന്നത്. ഇതിനൊരു ഔദ്യോഗിക സ്വഭാവം വന്നത് കോൺഗ്രസ് നേതാവ് വിജയ് വട്ടേത്തിവാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് ഇരു പാർട്ടികളുടെയും, അതായത് NCP ശരത് പവാർ വിഭാഗത്തിന്റെയും കോൺഗ്രസിന്റെയും കേന്ദ്ര നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയാണ് എന്നതാണ്. ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ശരത് പവാർ അവസാന കാലത്ത് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതേസമയം ശരത് പവാർ വിഭാഗത്തിനുള്ളിൽ തന്നെ ഒരു വലിയൊരു വിഭാഗം കോൺഗ്രസിനൊപ്പം അല്ല പോകേണ്ടത്, NDA-യിലേക്ക് തന്നെയാണ് പോകേണ്ടത് എന്നൊരു വാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സുപ്രിയ സുലെ, ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ കോൺഗ്രസിന്റെ കൂടെ തന്നെ, അതായത് ഒരു കാരണവശാലും NDA പാളയത്തിലേക്ക് പോയി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കരുത് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് ഒരു പിളർപ്പ് NCP ശരത് പവാർ വിഭാഗത്തിൽ ഉണ്ടാവുന്നതിന് മുൻപ് ഇനി ഒരിക്കൽ കൂടി അവിടെ നിന്ന് MLA-മാരുടെയും MP-മാരുടെയും ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ലയനത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസുമായി ചർച്ച ചെയ്യുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു പ്രതികരണത്തിലൂടെ, കോൺഗ്രസ് മുതിർന്ന നേതാവിന്റെ പ്രതികരണത്തിലൂടെ ഒരു ഔദ്യോഗിക സ്വഭാവം അതിന് ലഭിക്കുകയും ചെയ്യുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.